ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ തുടരുമെന്ന സിനിമയുടെ കാത്തിരുന്ന ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് അങ്ങനെ ഇങ്ങ് വന്നിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ ഫാമിലി ഡ്രാമ സിനിമയ്ക്ക് 10 കോടി രൂപ പോലും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ആദ്യ ദിവസം നാം പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ രാത്രി എസ്റ്റിമേറ്റ് കളക്ഷൻ റിപ്പോർട്ട് വീഡിയോയിൽ പ്രേക്ഷകരെ അറിയിച്ചത് 15 കോടിക്കടുത്ത് വേൾഡ് വൈഡ് ഗ്രോസ് സിനിമ നേടിയെടുക്കുമെന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ 15 കോടിയല്ല 16 കോടിയും കടന്ന് ഏറ്റവും അവസാനം ആദ്യ ദിവസം വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 16 കോടി 65 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. സിനിമയുടെ കേരള വേൾഡ് വൈഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ഡീറ്റെയിൽ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അതിലേക്ക് തന്നെ വൈകാതെ വരികയാണെങ്കിൽ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഇന്നലെ പ്രതീക്ഷിച്ച പോലെ 5 കോടിയിലധികം കേരള ഗ്രോസ് കളക്ഷൻ സിനിമ നേടിയെടുത്തിരിക്കുന്നു. 5 കോടി 10 ലക്ഷം രൂപയാണ് സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ. കേരളത്തിന് പുറത്ത് കർണാടകത്തിൽ 45 ലക്ഷം, തമിഴ്നാട്ടിൽ 20 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ. ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ കൂടാതെയുള്ള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 25 ലക്ഷമാണ് ആദ്യ ദിവസം ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ 6 കോടി ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ ആദ്യ ദിവസം ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നു. തമിഴ്നാട്ടിലെല്ലാം തന്നെ ഇനിയും മികച്ചൊരു സപ്പോർട്ട് സിനിമ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഒരു നിഗമനം. ഇനി വിദേശ രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഓവർസീസ് കളക്ഷനായിട്ട് മാത്രം സിനിമ ആദ്യ ദിവസം $1.24 മില്യൺ കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. അതായത് 10 കോടി 65 ലക്ഷം ഗ്രോസ്. അങ്ങനെയാണ് സിനിമയുടെ ആകെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് 16 കോടി 65 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. ഒരു മലയാളം ഫാമിലി പടത്തിന്റെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയ തുടരും എന്ന സിനിമയുടെ ഇന്നത്തെ ഉൾപ്പെടെയുള്ള അടുത്ത ദിവസങ്ങളിലെ ഇതുപോലെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ.